കോട്ടയം നീറിക്കാട് അഭിഭാഷകയും മക്കളും മരിച്ച സംഭവത്തിൽ സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കും. മൃതദേഹം നീറിക്കാട് ഇടവക പള്ളിയുടെ പാരിഷ് ഹാളിൽ പൊതുദർശനത്തിനായി എത്തിച്ചു. പാലാ പൈങ്കുളം സെന്റ് മേരീസ് ജ്ഞാനായ പള്ളിയിൽ 3 മണിക്കാണ് ജിസ്മോളുടെയും മക്കളായ നേഹ, നോറ എന്നിവരുടെയും സംസ്കാരം നടക്കുക. ടോബി ജോൺസൺ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കോട്ടയത്ത് നിന്ന്. ടോബി, സംസ്കാരവുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊപ്പം തന്നെ ഈ ഭർത്തൃവീട്ടുകാർക്കെതിരെ ഗുരുതരമായ ആക്ഷേപങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അതിൽ പുതിയ വിവരങ്ങൾ എന്താണ് ടോബി? ഇന്ന് 3 മണിയോടുകൂടിയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. അത് പൈങ്ങളം സെന്റ് മേരീസ് പള്ളിയിലാണ്. വൈകുന്നേരം 3 മണിക്കാണ്. മുത്തോലിയിലാണ്, പാലായിലാണ്. അത് ഈ ജിസ്മോളുടെ വീട്ടിന്റെ സമീപത്തുള്ള ഇടവക പള്ളിയിൽ തന്നെയാണ് ചടങ്ങുകൾ നടക്കുന്നത്. അതിന് മുന്നോടിയായിട്ടാണ് ഈ ഭർത്തൃവീടിന് സമീപത്തുള്ള അവരുടെ ഇടവക പള്ളിയായിട്ടുള്ള ലൂർദ് മാതാ പള്ളിയിലും ഇപ്പോൾ പൊതുദർശനം 1.5 മണിക്കൂർ പൊതുദർശനം നടത്താൻ വേണ്ടി തീരുമാനിച്ചു. രാവിലെ തന്നെ മരിയൻ ആശുപത്രിയിൽ നിന്നും മൃതദേഹങ്ങൾ ഇവിടേക്ക് കൊണ്ടുവന്നു. ഇപ്പോൾ പൊതുദർശനം ആരംഭിച്ചിട്ടുണ്ട്. ഇവിടെ 1.5 മണിക്കൂർ നേരം പൊതുദർശനം ഉണ്ടാകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതിനുശേഷം പാലായിലേക്ക് കൊണ്ടുപോകുമെന്നാണ് നമുക്ക് വിവരം ലഭിക്കുന്നത്. 10:00 തന്നെ 3 മൃതദേഹങ്ങളും ഇവിടെ നിന്ന് കൊണ്ടുപോകും. എന്തായാലും വീട്ടുകാർക്കെതിരെയുള്ള വലിയ ആരോപണങ്ങളാണ് ഇന്നലെയും മിനിഞ്ഞാന്നുമായി ഈ ജിസ്മോളുടെ കുടുംബാംഗങ്ങൾ ആരോപിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ പോലീസിൽ ഇത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള ഒരു മൊഴി നൽകിയിട്ടുണ്ട്. പോലീസിന്റെ അന്വേഷണം ഒരു വശത്ത് നടക്കുന്നതിനിടയിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. എന്തായാലും വിശദമായിട്ടുള്ള മൊഴിയെടുക്കൽ ഇപ്പോൾ ഏകദേശം അവസാന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ വകുപ്പുകൾ ചുമത്തി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നീക്കമാണ് ഏറ്റുമാനൂർ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു.